അങ്ങനെ രണ്ടാളുകള് പറഞ്ഞു ഞങ്ങൾ ഇസ്ലാമിലേക്ക് വരാം. സിയം വലിയുല്ലാഹിയുടെ കഴുത്തിൽ ഇങ്ങനെ കൈവച്ചുകൊണ്ട് അവര് ഒരു വിജന സ്ഥലത്തേക്ക് രണ്ടുപേരും കൂടെ സിയമുമായിട്ട് പോവാണ്. അവിടുന്ന് ഷാത്ത് കലിമ എല്ലാം വേണ്ടി പോവാ. അങ്ങനെ ഒരു പുഴന്റെ അടുത്താണ്. ഇവർ രണ്ടാളും ഉദ്ദേശം പുഴന്റെ അരികിലെത്തിയാൽ രണ്ടുപേരും കൂടെ സിയമിനെ പുഴയിലേക്ക് ഉന്തുക, കൊല്ലുക എന്നാണ്. അങ്ങനെ പുഴന്റെ അടുത്തെത്തിയപ്പോ തോളിൽ കൈവച്ച ആള് സിയം വലിയുള്ളാന്റെ കഴുത്ത് പിടിച്ചു. ഉടനെ തന്നെ സിയം വലിയുള്ള എങ്കിൽ എന്നെ കൊല്ലാനാണെങ്കിൽ എന്നർത്ഥം, എങ്കിൽ ഒരു ഇടി എന്ന് പറഞ്ഞു. അതിൽ വാനലോകത്തുനിന്ന് ഒരു വലിയ ഇടി വന്നു, അയാളെ തെറിപ്പിച്ച് കളഞ്ഞു. അവിടെ കിടന്ന് അയാൾ മരിച്ചു, മറ്റയാൾ ഓടിക്കളഞ്ഞു. എങ്കിൽ ഒരു ഇടി. ഇത് സിയം വലിയുല്ലാഹിയുടെ ഇടിയല്ല, എല്ലാത്തിനും കഴിയും അതിന്. പ്രകൃതി സിയമിന് വേണ്ടി പ്രവർത്തിക്കും. ഇനി ഇടി അവിടെ മീക്കായിലൊന്നും വരണ്ടേ, സിയമിന് ഇടി ഉണ്ടാക്കാൻ കഴിയും. മീക്കായിലെല്ലാന്ന് ഞാൻ പറഞ്ഞിട്ടില്ല, മീക്കായിലാണെന്നുള്ളതും തെളിവില്ല. സിയം അത് ചെയ്യിപ്പിച്ചും ചെയ്തല്ല, അതാണ് ഞാൻ പറഞ്ഞല്ല. അതിപ്പോ മീക്കായിൽ വേണം ഇടിക്കണ്ടെന്ന് ഇവര് താവില്ല. ഇടിണ്ടാകും, മീക്കായിലുണ്ടാവും. അങ്ങനെയാണ്. അപ്പോ ഭയങ്കര സംഭവം തന്നെ.